സർ, റാഫേൽ കരാറിൽ ഒരു പുതിയ നീക്കം നടത്തിയിരിക്കുകയാണ് ഫ്രാൻസ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശനത്തിന് മുന്നോടിയായാണ് ഇത്തരമൊരു നീക്കം ഫ്രാൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എങ്ങനെ വിലയിരുത്താം? ഇന്ത്യ ഫ്രാൻസിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി G7 ഉച്ചകോടി അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. അതിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി ഫ്രാൻസിലേക്ക് യഥാർത്ഥത്തിൽ പോകുന്നത്. പക്ഷേ അതിന് മുന്നോടിയായിട്ട് ഫ്രാൻസ് തന്നെ ചില പ്രഖ്യാപനങ്ങൾ ഇപ്പൊ നടത്തിയിരിക്കുകയാണ്. കാരണം ഇതിനു മുന്നൊക്കെ നമ്മൾ ഫ്രാൻസുമായി പല ഇടപാടുകളും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. റഫേൽ ഫ്ലൈറ്റുകൾ തന്നെ അവിടുന്ന് ഒരു ദിവസം 2 പ്രാവശ്യമായി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഇന്ത്യയുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ മെയ്ഡ് ഇൻ ഇന്ത്യ, അതായത് ഈ റഫേൽ ഫ്ലൈറ്റുകൾ ഇപ്പോൾ ഒരു 114 എണ്ണം അത് ഇന്ത്യ ഓർഡർ കൊടുത്തിരിക്കുകയാണ്. അത് ഒരു 3.25 ലക്ഷം കോടിയുടെ വലിയൊരു പ്രൊജക്റ്റാണിത്. ഇത് ഇന്ത്യയിൽ തന്നെ വന്ന് ഉണ്ടാക്കി തരണം എന്നതാണ് ഇന്ത്യയുടെ ഡിമാൻഡ്. അത് ഇപ്പോ ഫ്രാൻസ് പരിപൂർണമായിട്ട് ഒരു കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് അതുമായി സഹകരിച്ച് ഇന്ത്യയിൽ തന്നെ വന്ന് അത് നിർമ്മിക്കാനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുകയാണ്. അപ്പോ ഫ്രാൻസ് ഈ ഉച്ചകോടിക്ക് പോകുന്ന സമയത്ത് ഫ്രാൻസ് പ്രധാനമന്ത്രി ഇമാനുവൽ മാക്രോണുമായിട്ട് പ്രത്യേകം മീറ്റിംഗ് പ്രധാനമന്ത്രി വേറെ കൂടിക്കാഴ്ചകൾ ചെയ്യുന്നതായിരിക്കും. അപ്പോ ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഇതുവരെ ഒരു കച്ചവടക്കാരനോ ഉപഭോക്താവോ എന്ന നിലയ്ക്കായിരുന്നു ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള ഇടപാടുകൾ. അതായത് കൊട്ടേഷൻ കൊടുക്കുന്നു, വില കൊടുക്കുന്നു, എന്നിട്ട് ഓർഡർ കൊടുക്കുന്നു, ആ ഫ്ലൈറ്റുകൾ വരുന്നു, അങ്ങനെ ഉള്ള ഒരു കച്ചവടക്കാരനും ഒരു ഉപഭോക്താവും എന്ന നിലയ്ക്കാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇനി ഫ്രാൻസ് പറയുന്നത് അവർ ഇന്ത്യയിൽ തന്നെ വരുന്നു, ഇന്ത്യ അവരുടെയും കൂടി രാജ്യമാണ് എന്ന രീതിയിലാണ് ഫ്രാൻസിന്റെ ഇപ്പോഴുള്ള എല്ലാ പരിപാടികളും അവരെ പെരുമാറ്റം ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ പ്രതിരോധ മേഖലയിൽ ഈ റഫേൽ ഫ്ലൈറ്റ് അല്ലാതെ തന്നെ മറ്റ് പല കാര്യങ്ങളിലും ഫ്രാൻസ് ഇന്ത്യയുമായി സഹകരിക്കാൻ, അതായത് അവിടുത്തെ ബ്രാൻഡഡ് ആയിട്ടുള്ള വേറെയും കുറെ പ്രോഡക്റ്റുകളുണ്ട്, അതൊക്കെ തന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യയിൽ ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്നാണ് ഫ്രാൻസിന് ഇപ്പൊ ഔദ്യോഗികമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യക്ക് വളരെയധികം ശ്രദ്ധ കൊടുക്കുന്ന, അതായത് ലോകരാജ്യങ്ങൾ തന്നെ ഞെട്ടി ഇരിക്കുകയാണ്. കാരണം 114 റഫേൽ ഫ്ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അതാണ് ഇന്ത്യ കൊടുത്ത ഓർഡർ. അത് ഒറ്റ കാര്യമാണ് ഇന്ത്യയുടെ ഡിമാൻഡ്, അത് ഇന്ത്യയിൽ വന്ന് മെയ്ഡ് ഇൻ ഇന്ത്യ ആയിരിക്കണം എന്ന ഇന്ത്യയുടെ ആ ഡിമാൻഡ് ഫ്രാൻസ് പൂർണ്ണമായി അംഗീകരിച്ച് അത് സന്തോഷത്തോടുകൂടി ഇന്ത്യയിൽ വന്ന് അത് ചെയ്യുമെന്നാണ് ഫ്രാൻസ് ഇപ്പോ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂട്ടത്തിൽ അതായത് ഫ്രാൻസിന്റെ ഒരു സ്വപ്ന പ്രൊജക്ട് ഉണ്ട്, ഒരു സ്വപ്ന പദ്ധതി. അതായത് ഫ്രാൻസ് കുറെ കാലമായി ഫ്രാൻസിന്റെ മനസ്സിൽ ഒരു വലിയ സ്വപ്ന ഒരു പദ്ധതിയുണ്ട്. അതായത് ഫ്യൂച്ചർ കോമ്പാക്ട് എയർ സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫ്രാൻസിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. അതിലും ഇന്ത്യയെ പങ്കാളിയാക്കും എന്നാണ് ഫ്രാൻസ് ഇപ്പോൾ പറയാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ മോദിജി അവിടെ G7 ഉച്ചകോടി കഴിഞ്ഞതിന് ശേഷം വളരെ പേഴ്സണലായി അവിടുത്തെ ഇമാനുവലിനെ കണ്ട് ഇത്തരം കാര്യങ്ങളും ചർച്ച ചെയ്ത് ഇതിനൊക്കെ തന്നെ വലിയ ഒരു മൂവ്മെന്റ് ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലൊരു മൂവ്മെന്റ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുമ്പോഴും ഇന്ത്യ എടുക്കുന്ന ചില സുപ്രധാന തീരുമാനങ്ങളുണ്ട്. റാഫേലിന്റെ കാര്യത്തിലായാലും ഫ്രാൻസിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ലോകരാജ്യങ്ങൾക്കിടയിൽ പോലും ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഇന്ത്യ എടുക്കാൻ പോകുന്ന സുപ്രധാന തീരുമാനങ്ങളെ കുറിച്ച് എങ്ങനെ വിലയിരുത്താം? ഇതില് ലോക രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ ഞെട്ടി നിൽക്കുന്ന ഒരു സംഭവമാണ്. 114 റഫേൽ ഫ്ലൈറ്റിന് ഒരു രാജ്യം ഒറ്റ ടൈമിലാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. ഇത് എല്ലാ രാജ്യങ്ങളും, പ്രത്യേകിച്ച് അമേരിക്ക ആയാലും ചൈന ആയാലും ആരായാലും ഇത് ഞെട്ടുന്നൊരു സംഭവം തന്നെയാണ്. ആ സംഭവം ഇപ്പോ നടക്കാൻ പോവുകയാണ്. അപ്പോ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യ പല മേഖലകളിലും ചെയ്യാൻ
തുടങ്ങിയിരിക്കുന്നു. ഇത് തന്നെയാണ് ഈ അവർക്ക് കൊടുക്കുന്ന ധൈര്യം. അതായത് ഫ്രാൻസിന് ആദ്യമായിട്ടും ആയിരിക്കും ഇത്തരത്തിലൊരു ഓർഡർ തന്നെ കിട്ടുന്നത്. അതായത് ഈ റഫേൽ കമ്പനി ഉണ്ടാക്കിയതിന് ശേഷം ഇത്രയും വലിയ ഒരു ഓർഡർ തന്നെ കൊടുത്തിട്ടാണ് ഇന്ത്യ ഞെട്ടിച്ചപ്പിച്ചത്. അപ്പോ അതാണ് അവരുടെ ഫ്യൂച്ചർ, അവരുടെ ഒരു എന്താ പറയുക ഡ്രീം ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ഈ എന്താണ് ഫ്യൂച്ചർ കോമ്പാക്ട് എയർ സിസ്റ്റം എന്ന് പറയുന്ന അവരുടെ ഒരു സ്വപ്ന പദ്ധതിയിൽ ഇന്ത്യയെ കൂടി പങ്കാളികളാക്കും എന്ന് ഫ്രാൻസ് പറയുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വളരെ ഗൗരവം നിറഞ്ഞ സീരിയസ് ആയ ചില ചർച്ചകൾ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ചെയ്തിരിക്കും അവിടെ പോയാൽ എന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പോ ഈ റാഫേൽ ഫ്ലൈറ്റുകൾ നമ്മുടെ നാട്ടിൽ വന്ന് ഇവിടെ അത് ഫാക്ടറി തുറന്നുണ്ടാക്കുമ്പോൾ അത് ഇന്ത്യയിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്കും എല്ലാവർക്കും വളരെയധികം ഗുണം ചെയ്യും എന്നതിന് യാതൊരു സംശയവുമില്ല. ഇതിലൊരു വേറെ കാര്യം എന്താന്ന് വെച്ചാൽ ഫ്രാൻസിൽ ഇത് ഉണ്ടാക്കുമ്പോൾ, ഫ്രാൻസിലെ ആൾക്കാർ ജോലി ചെയ്യുമ്പോൾ അവിടെ അവർക്ക് ചെലവ് കൂടുതലാ. കാരണം ഈ ജോലിയുടെ കാര്യത്തിൽ അവിടുത്തേക്ക് കൊടുക്കുന്ന സാലറിയെക്കാട്ടിയും വളരെ കുറഞ്ഞ സാലറി ആയിരിക്കും ഇന്ത്യൻസിന് കൊടുക്കുക. അപ്പോ ഇവിടെ വെച്ച് ഉണ്ടാക്കുമ്പോൾ അവർക്ക് തന്നെയാണ് സത്യത്തിൽ ലാഭം ഉണ്ടാകുന്നത്. പക്ഷെ അത് ഇന്ത്യയുടെ ഓർഡർ മെയ്ഡ് ഇൻ ഇന്ത്യ ആക്കി ഇവിടെ തന്നെ ഉണ്ടാക്കി ഫ്രാൻസ് റഫേൽ ആ കമ്പനി തന്നെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നു എന്നത് ഭയങ്കര ഒരു അത്ഭുതകരമായ കാര്യമാണ്. ഭാവിയിൽ എന്തുണ്ടാവും? മറ്റുള്ള രാജ്യങ്ങൾക്ക് റഫേൽ ഫ്ലൈറ്റ് വാങ്ങണമെങ്കിൽ അത് ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു അവസ്ഥയിലേക്കും അത് എത്തിച്ചേരും എന്നും കൂടി നമ്മൾ അനുമാനിക്കേണ്ടതായിട്ടുണ്ട്. യെസ്, എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ 114ഓളം വരുന്ന റാഫേൽ ഫ്ലൈറ്റുകൾക്ക് ഒറ്റയടിക്ക് ഓർഡർ നൽകിക്കൊണ്ട് ഇന്ത്യ ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഫ്രാൻസിന്റെ ഭാഗത്തു നിന്നും ഒരു സുപ്രധാന നീക്കം കൂടെ സംഭവിച്ചിരിക്കുന്നത്. ഫ്രാൻസ് തന്നെ അവരുടെ ഒരു സുപ്രധാന പദ്ധതിയിൽ ഇന്ത്യയെ കൂടി ഉൾപ്പെടുത്തും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫ്രാൻസിന്റെ ഇത്തരം നീക്കം കണ്ടും ലോകരാജ്യങ്ങൾ ഞെട്ടിയിട്ടുണ്ട്. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശനത്തിന് മുന്നോടിയായാണ് ഇത്തരമൊരു നീക്കം ഫ്രാൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇന്ത്യ പ്രതിരോധ നിര ശക്തമാക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടുകൂടിയാവണം ഫ്രാൻസിൽ നിന്നും ഇത്തരത്തിൽ ഒറ്റയടിക്ക് റാഫേൽ വിമാനങ്ങൾ, അതും 114ഓളം വരുന്ന റാഫേൽ വിമാനങ്ങൾക്ക് ഇന്ത്യ ഓർഡർ നൽകിയിരിക്കുന്നത്. അതിനനുസൃതമായി ഇന്ത്യക്കനുസൃതമായി വരുന്ന ഫ്രാൻസിന്റെ നീക്കങ്ങളും ലോകരാജ്യങ്ങളിൽ അമ്പരപ്പുളവാക്കും എന്ന കാര്യം യാഥാർത്ഥ്യമാണ്, അത് തീർച്ചയാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.